അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു സന്ധ്യയുടെ എല്ലാ നന്മകളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. വളരെ മനോഹരമായ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഡിസംബർ മാസമാണ്. മഞ്ഞിൻ്റെ തണുപ്പും ഹൃദയത്തിന് നൈർമല്യവും പുഷ്പങ്ങളുടെ പുഞ്ചിരിയും ആകെ കൂടി ഒരു ഉത്സവ പ്രതീതിയാണ് എവിടെ സഞ്ചരിച്ചാലും. ഏറെ നാളുകൾക്ക് മുമ്പ് ഒരു കഥ കേൾക്കാൻ ഇടവന്നു. അത് ഒരു മനുഷ്യൻ ഒരു മതം സൃഷ്ടിച്ച കഥയാണ്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു മതം തുടങ്ങണം. മതം തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനെന്ത് വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. മതത്തിന് നിശ്ചയമായി ഒരു ദൈവം വേണം. ആ ദൈവമായി അദ്ദേഹത്തിന് മാറാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം ദൈവമായി. പിന്നെ കുറേ നിഷ്ഠകളും നിയമങ്ങളും അദ്ദേഹം രചിച്ചു. മതം ഈ ഭൂമുഖത്തിന് നൽകേണ്ട എല്ലാ നന്മകളെക്കുറിച്ച് അക്കമിട്ട് അദ്ദേഹം നിയമാവലിയിൽ കുറിച്ചു വെച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകൃതമാക്കിയിട്ട് ജനത്തെ മതത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആരും വരുന്നില്ല. നിരവധി പ്രാവശ്യമായി ആൾക്കാരെ ക്ഷണിച്ചു, ആരും വരുന്നില്ല. നോട്ടീസ് അടിച്ചു വിതരണം ചെയ്തു. അനൗൺസ്മെൻറ്റുകൾ പല വിധത്തിലുണ്ടായി. പരസ്യങ്ങൾ മോഹിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടായി. പക്ഷേ ആരും വന്നില്ല. ഒരു മനുഷ്യനും ഉണ്ടായില്ല. സ്വയപ്രഖ്യാപിത ദൈവം മാത്രം ശേഷിച്ചു. അദ്ദേഹം സങ്കടത്തോടെ ഒരു ഗുരുവിനെ സമീപിച്ചു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, എൻ്റെ ഏറ്റവും വലിയൊരു മോഹം ഒരു മതം ആരംഭിക്കുക എന്നതായിരുന്നു. എല്ലാ സംവിധാനത്തോടും കൂടി ഞാനത് ആരംഭിച്ചു. പക്ഷേ ആരും വരുന്നില്ല. മതത്തിൽ ആരും ചേരുന്നില്ല. ജനത്തെ മതത്തിൽ ചേർക്കാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന്, ഒരു കന്യകയിൽ നിന്നും ജനിക്കണം. 2, കുരിശിൽ മരിക്കണം. 3, ഉദ്ധാനം ചെയ്യണം. ഇത് 3 ചെയ്താൽ ഒപ്പം ജനമുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കന്യകാജനനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നാളുകളാണിത്. ഭൂമുഖത്തെ ആകെ മാറ്റിമറിച്ച ഒരു കന്യകാജനനം, അതിനുശേഷം ഒരു മരണം, പിന്നെ ഒരു ഉദ്ധാനം. അതെല്ലാം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ക്രിസ്മസ് പൂക്കാല വരവ്. കന്യകയിൽ നിന്നും ജനിച്ച ക്രിസ്തു ഈ ലോകത്തെ രണ്ടായിട്ട് പകുത്തു. ഒന്ന്, അവന് മുമ്പുള്ള കാലം. രണ്ട്, അവന് ശേഷമുള്ള കാലം. രണ്ടും വലിയ വ്യത്യസ്തങ്ങളാണ്, അന്തരങ്ങളുണ്ട്. ഈ കാലഘട്ടത്തെ BC AD എന്ന് തിരിച്ചുകൊണ്ട് ഒരു കന്യകാജനനം ഉണ്ടായെങ്കിൽ സത്യമായും അത് എന്തിനാണ് എന്ന് ചിന്തിച്ചു. എന്തിനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു BC ഒരു AD ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഏതൊരു വ്യക്തിയെയും അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ബിഫോർ ക്രൈസ്റ്റ്, യേശുവിന് മുമ്പ്, യേശുവിന് ശേഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നതിന് മുമ്പൊരു കാലം, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഒരു കാലം. അത് രണ്ടും വളരെ വ്യത്യസ്തങ്ങളാണ്. ദൈവത്തെ അറിയുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അന്ധനായിരുന്നില്ല മർക്കോസ് സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിലുള്ള അന്ധൻ. ദൈവത്തെ അറിയുന്നതിന് മുമ്പുള്ള ഒരു ലാസറായിരുന്നില്ല യോഹന്നാൻ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ലാസർ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു പത്രോസ്ലീഹായല്ല സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ. അങ്ങനെയെങ്കിൽ ഒരു BC വ്യത്യസ്തമാണ്. എത്ര മനോഹരമാണത്. ഞാൻ ഓർക്കുകയാണ്, നന്നേ ചെറുപ്പത്തിൽ ഞാൻ കൊതിയോടെ കാത്തിരിക്കുമായിരുന്നു. ഞാൻ കൊതിയോടെ കാത്തിരുന്നത് അപ്പച്ചൻ ചന്തയിൽ പോയിട്ട് വരുന്നത് നോക്കിയാണ്. അപ്പച്ചൻ ചന്തയിൽ പോയിട്ട് വരുന്നത് മനോഹരമായ പൊതിയുമായിട്ടാണ്. അതിൽ നിശ്ചയമായും മിഠായികളുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പലഹാരങ്ങളുണ്ടാവും. ഈ പലഹാരങ്ങളും മിഠായിയുമായിട്ട് അപ്പച്ചൻ വരുന്നത് ഉമ്മറത്തിരുന്ന് അകലത്തേക്ക് കണ്ണു വായിച്ചിരിക്കുന്ന എൻ്റെ ഒരു ആനന്ദമായിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ സൗന്ദര്യവും ആ കാത്തിരിപ്പിൻ്റെ രുചിയും ആ കാത്തിരിപ്പിൻ്റെ മനോഹാരിതയും ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഏതൊരു കാത്തിരിപ്പിനും ഒരു സൗന്ദര്യമുണ്ട്, ഏതൊരു കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട്. കഴിഞ്ഞ 4 നാൾ മുമ്പ് ഞാനൊരു ഭാര്യയെ കണ്ടു. ദൈവമേ, എത്ര മനോഹരമായിട്ട് അവൾ ഒരുങ്ങി കാത്തിരിക്കുന്നു. വീടെല്ലാം മനോഹരമായിട്ട് ക്രമീകരിക്കുന്നു, കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, ഡ്രസ്സുകളെല്ലാം വാങ്ങുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഒരുക്കത്തിന് ലക്ഷ്യമെന്താണ്? അച്ഛാ, അവൻ വരുന്നുണ്ട്. ആര്? ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണ്. ആ വരവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. അവളുടെ മുഖം എന്ന് പറയുന്നത് വലിയ ഉത്സവ പ്രതീതിയാണ്. കണ്ണെല്ലാം പ്രകാശിക്കുന്നുണ്ട്, മുഖമെല്ലാം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഒരു കാത്തിരിപ്പിൻ്റെ സുഗന്ധം എത്ര മനോഹരമാണ്. ഭർത്താവും ഭാര്യയും കൂടി പ്രാർത്ഥിക്കാൻ വന്നു. പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, ഞങ്ങൾ ഒരുങ്ങുകയാണ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താ? ഒരു കുഞ്ഞു വരുന്നുണ്ട്, 2 മാസമായിട്ടുണ്ട്, ഞങ്ങൾ നല്ലോണം ഒരുങ്ങുന്നുണ്ട്, കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പിനൊരു സുഗന്ധമുണ്ട്, കാത്തിരിപ്പിനൊരു സന്തോഷമുണ്ട്, കാത്തിരിപ്പിനൊരു ആഹ്ലാദമുണ്ട്. നിങ്ങൾ ഈ ഫ്രെയിമിൽ ഇത് കുറേ പ്രകാശം കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എവിടെയും യാത്ര ചെയ്യുമ്പോൾ കാത്തിരിപ്പിൻ്റെ അടയാളങ്ങളാണ് കാണുക. മനോഹരമായ നക്ഷത്രങ്ങൾ എവിടെയും അലങ്കൃതമായിരിക്കുന്നു. മൊത്തം ഒരു പ്രകാശമാണ്. ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. പതിയെ ഒരു സുഖകരമായ തണുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പുഷ്പങ്ങൾ വിരിയാനും ഭൂമുഖത്ത് സുഗന്ധം പരക്കാനും പതിയെ ആരംഭിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ആഘോഷമുണ്ട്, ഒരു കാത്തിരിപ്പിൻ്റെ സൗന്ദര്യമുണ്ട്. ഈ കാത്തിരിപ്പ് എന്തിനെയാണ് എന്ന് നമുക്കറിയാം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുകയാണ്, ഒരു കുഞ്ഞ് വരാൻ പോകുകയാണ്. അതൊരു വലിയൊരു കാത്തിരിപ്പാണ്. ക്രിസ്മസ്, ക്രിസ്തുവിൻ്റെ ജനനം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിൻ്റെ വലിയ ഒരു അത്ഭുതമാണ്. സ്വർഗവും ഭൂമിയും സന്ധിക്കുന്ന വിശുദ്ധ നിമിഷത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. അങ്ങനെ സ്വർഗം ഭൂമിയെ സന്ധിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ
ബിഫോർ ക്രൈസ്റ്റ്, യേശുവിന് ശേഷം, യേശുവിന് മുമ്പ് എന്ന് പറയുന്നൊരു വ്യത്യാസം സംഭവിക്കുന്ന പോലെ തന്നെ സ്വർഗം ഭൂമിയെ ചുംബിക്കുന്ന ക്രിസ്മസിന് ഭൂമിയിലെ എല്ലാ അസ്വസ്ഥതകളും, ഭൂമിയിലെ എല്ലാ വേദനകളും തിന്മകളുമെല്ലാം മാറിപ്പോകും. അതാണല്ലോ കാഴ്ചപ്പാട്. ക്രിസ്തു ഇതാ ജനിക്കാൻ പോകുന്നു. ലോക ചരിത്രത്തിൽ ഒത്തിരി നേതാക്കന്മാരും അതുപോലെ തന്നെ ദൈവങ്ങളെന്നും ദൈവത്തിൻ്റെ ആളുകളെന്നും പറയുന്നവർ ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ അവരോരോരുത്തരും വരുന്നതിന് മുമ്പ് അവരാരാണ്, എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്ന് ഒരിടത്തും പറഞ്ഞു കണ്ടിട്ടില്ല. അത് അവരുടെ തന്നെ അവകാശമാണ്, അവകാശവാദങ്ങളാണ്. ഞാൻ ഇന്നയാളാണ്, ഇന്ന കൃപകൾ എനിക്കുണ്ട്, ഇന്നത് ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ സമീപിക്കുക. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരുവൻ മാത്രമേ മുൻപേ പറയപ്പെട്ടിട്ടുള്ളൂ. അത് ക്രിസ്തുവാണ്. വർഷാന്തരങ്ങൾക്ക് മുമ്പേ ഒരുവൻ വരും എന്ന് പല അധരങ്ങളിലൂടെ ദൈവം പറയിച്ചു. അത് പ്രസിദ്ധരായ തത്വചിന്തകർ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു. പ്ലേറ്റോ പറഞ്ഞു, സോക്രട്ടീസ് പറഞ്ഞു, കൺഫ്യൂഷ്യസ് പറഞ്ഞു, ഒരു വിശുദ്ധനായ മനുഷ്യനെക്കുറിച്ച്. വ്യത്യസ്തങ്ങളായ മേഖലയുള്ള അനേകർ വരാൻ പോകുന്ന ഒരു രക്ഷകനെക്കുറിച്ച് വർഷങ്ങളോളം സൂചനകൾ നൽകിക്കൊണ്ടിരുന്നു. പഴയ നിയമത്തിൽ പൂർവ്വപിതാക്കന്മാർ, രാജാക്കന്മാർ, നേതാക്കന്മാർ, പ്രവാചകന്മാർ എല്ലാവരും ഒരുവൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലോകം ഒരുങ്ങാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ എന്തിനാണ് വരുന്നത്, അവൻ എങ്ങനെയാണ് വരുന്നത്, അവൻ്റെ വരവിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തായിരിക്കും, അവൻ വന്നതിന് ശേഷം എന്ത് സംഭവിക്കും എന്നൊക്കെ മുൻപേ വിവരിച്ച് പറഞ്ഞ് അവതരിപ്പിച്ചിരുന്നു. അതുതന്നെ അതുപോലെ സംഭവിച്ചു എന്നാണ് മത്തായി സുവിശേഷം വളരെ മനോഹരമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ അങ്ങനെ മുൻപേ ലോകം പറഞ്ഞ, ദൈവം അവതരിപ്പിച്ച ക്രിസ്തു ഇതാ ജനിച്ചിരിക്കുന്നു. മുൻപേ ദൈവം തിരഞ്ഞെടുത്തവരിലൂടെ തൻ്റെ പുത്രൻ്റെ ആഗമനത്തെ ഈ ലോകത്തെ അറിയിച്ചു. എന്നിട്ട് ഈ ലോകത്തെ ഒരു ക്രിസ്മസിന് വേണ്ടി ഒരുക്കി. പ്രിയപ്പെട്ടവരെ, ഇതാ പുതിയ ഒരു ക്രിസ്മസിനായി നമ്മൾ മനോഹരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു വരുന്നു. എന്താണ് ക്രിസ്മസ്? ആ വാക്ക് തന്നെ അത്ഭുതാവഹമാണ്. മുൻപേ ഈ അച്ഛൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ആ പദം തന്നെ നമുക്ക് പിരിച്ചു പറയാം. ക്രൈസ്റ്റ് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ ബലി എന്നാണ് അർത്ഥം. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ബലി എന്നാണല്ലോ ക്രിസ്മസ് എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം. ഒരു വിശ്വാസി അല്ലെ ഒരു ക്രൈസ്തവൻ ക്രിസ്തു ബലിയർപ്പിച്ചു അല്ലെ ക്രിസ്തുവിൻ്റെ ബലി എന്ന് പറയുന്നത് എന്തിനെയാണ്? അത് കാൽവരിയിലെ മരണത്തെയാണ്. അവൻ ബലിയർപ്പിച്ചു, ലോകത്തിനു വേണ്ടി ബലിയർപ്പിച്ചു, തന്നെ ബലിയർപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കാൽവരിയിലെ മരണത്തിനാണ്. എങ്കിൽ ഒരു സത്യം ഓർത്തേ, ഒരുവൻ്റെ ജനനത്തിൻ്റെ പേര് അവൻ്റെ മരണത്തിൻ്റെ പേര്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പേരിട്ടത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിൻ്റെ ജനനത്തിന് എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പേര് വന്നു എന്ന് നാളുകൾ ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു സത്യം നമുക്ക് ബോധ്യമാകുന്നത്. ഈ ക്രിസ്മസ് അല്ലെ ക്രിസ്തുവിൻ്റെ ജനനം അത് ജീവിക്കാനുള്ളതല്ല. ലോക ചരിത്രത്തിൽ എല്ലാവരും ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളും എല്ലാവരും ജനിച്ചിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവനെതിരെ ഏതെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ, അത് രോഗമാകട്ടെ, അപകടമാകട്ടെ, മറ്റെന്തുമാകട്ടെ, അതിനെ മറികടക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരുവൻ ജനിച്ചത് ജീവിക്കാനല്ല, അത് മരിക്കാനാണ്. മരണത്തിനു വേണ്ടി ജനിച്ചവൻ്റെ ജനനത്തിൻ്റെ പേര് അവൻ്റെ മരണത്തിന് തന്നെ പേരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ ക്രിസ്മസിൽ കുറേ മരണങ്ങൾ സംഭവിക്കുന്നില്ലേ? ഉണ്ട്. ഒന്നാമത്തെ ഒരു മരണത്തെക്കുറിച്ച് പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള തൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസൻ. ദൈവവുമായിട്ടുള്ള തൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ശൂന്യനാക്കി. ദൈവം
മനുഷ്യനാകുക. അത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ സത്യമാണ്. അത് എത്ര മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ പോലും അത് നൽകുന്ന ഒരു വേദന, അത് നൽകുന്ന ഒരാഴം, അത് നൽകുന്നൊരു പ്രത്യേകത നമുക്ക് ഗ്രഹിക്കാനാവതല്ല. ഉദാഹരണം പറയാം. പരിയാരത്തുള്ള മദർ ഹോമിൻ്റെ പരിസരത്തുള്ള എല്ലാ ഉറുമ്പുകളെ രക്ഷിക്കാൻ ബെന്നിയച്ചൻ ഉറുമ്പാകുന്നു എന്ന് വിചാരിക്കുക. ആർക്കത് ഗ്രഹിക്കാൻ പറ്റും? ആർക്കത് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ ആകാൻ പറ്റുമോ? അത് നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ ഉറുമ്പാകുക. ഒരുപക്ഷെ അതിനേക്കാൾ എത്രയോ ആഴമായ ഒരു സത്യമാണ് ദൈവം മനുഷ്യനാകുക. ദൈവത്തിന് കാലമില്ല, ദൈവത്തിന് സമയമില്ല, ദൈവത്തിന് രൂപഭാവങ്ങൾ നിശ്ചയമായിട്ടില്ല. അങ്ങനെയെങ്കിൽ കാലത്തിൻ്റെ പരിമിതിയിലേക്ക്, സമയത്തിൻ്റെ പരിമിതിയിലേക്ക്, മനുഷ്യരൂപത്തിൻ്റെ പരിമിതിയിലേക്ക് ചെറുതായി വരുന്ന ദൈവം ഇത്ര ചെറുതാകാൻ എത്ര വളരണം എന്ന് നമ്മൾ പാടാറില്ലേ? എന്ന് പറയപ്പെട്ടെ, അങ്ങനെയെങ്കിൽ അതിലൊരു മരണമില്ലേ? നിശ്ചയമായും അതിലൊരു സഹനമുണ്ട്, ഒരു മരണമുണ്ട്. അതുപോലെ ഈ ക്രിസ്മസിൻ്റെ ജനനത്തിനു വേണ്ടി എത്രയോ പേര് സഹിക്കുന്നുണ്ട്. ഒരമ്മയുടെ സഹനം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹനം, അത് വർണ്ണനാതീതമായ സഹനമാണ്. കഴുതപ്പുറത്ത് അങ്ങ് ഗലീലയിൽ നിന്ന് ഇങ്ങ് ബെത്ലഹേമിൽ വരെ സഞ്ചരിച്ചു വരുന്ന ഒരമ്മയുടെ സഹനമരണ ഭാവങ്ങളെ ധ്യാനിക്കാതെ പോകരുത് ക്രിസ്മസിന്. നമുക്കറിയാം, ഒരു കുഞ്ഞു വരുന്നു എന്നറിയുമ്പോൾ തന്നെ ആ അമ്മയ്ക്ക്, അമ്മയാകാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് എത്രമാത്രം ഒരു പരിഗണനയാണ് സമൂഹം കൊടുക്കുന്നത്. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ദൂതൻ്റെ വാഗ്ദാനമാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ആവാത്ത സഹനത്തിലൂടെയാണ് പ്രാരംഭത്തിലേക്ക് കൊണ്ടുപോകുക. കഴുതപ്പുറത്തിരുത്തി ഗർഭിണിയെ കാതങ്ങളോളം യാത്ര ചെയ്യിക്കുന്ന ദുരന്ത അനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചു പോയാൽ സഹിക്കാൻ പറ്റില്ല. കഴുതപ്പുറത്ത് പൂർണ്ണ ഗർഭിണി ഇരിക്കുന്നു. കൊടിയ തണുപ്പ്, ശരീരത്തിലേക്ക് മുഖത്തേക്ക് അടിച്ചു കയറുന്ന തണുപ്പ്. ഈ തണുപ്പിനെ സഹിക്കാനാവാതെ വരുമ്പോൾ ഒപ്പം നടക്കുന്ന ഒരു ഭർത്താവ് തൻ്റെ പുറങ്കുപ്പായി ഊരിയെടുത്തിട്ട് ഭാര്യയെ ചേർത്ത് പതിപ്പിച്ചിട്ട് ഭാര്യയോടും കഴുതയോടും ചേർന്ന് നടക്കുന്ന ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെ പുറത്ത് അവതരിപ്പിച്ചിട്ടില്ല ബൈബിൾ. അവിടെയുണ്ടൊരു മരണം, സഹനമുണ്ട് അവിടെ. വീണ്ടും ഇതാ ബെത്ലഹേമിലെത്തുന്നു. അവിടെ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ഒരു വേദി തേടുന്ന ഈ മാതാപിതാക്കളുടെ കണ്ണീര് ബൈബിൾ അവതരിപ്പിച്ചിട്ടില്ല. ബൈബിൾ അത് പറഞ്ഞിട്ടില്ല. ഓരോ സത്രങ്ങളും മുട്ടി തുറക്കുന്നുണ്ട്. മുട്ടി തുറക്കുന്ന സത്രങ്ങൾ ഗർഭിണിയെ കണ്ട് കൊട്ടി അടയ്ക്കുന്നുണ്ട്. അവസാനം സത്രങ്ങളിൽ ഇടമില്ലാതെ വന്നപ്പോൾ ഭവനങ്ങൾ ഓരോന്നും സഹായത്തിനായിട്ട് ചോദിക്കുന്നു. ഭവനങ്ങളും തുറക്കപ്പെടുന്നില്ല. അവർക്കൊക്കെ സ്വീകരിക്കാമായിരുന്ന പുൽക്കൂടിൻ്റെ സൗഭാഗ്യം അറിവില്ലായ്മ കൊണ്ട് കുട്ടിയടയ്ക്കപ്പെട്ടു. അവസാനം മനുഷ്യനെ രക്ഷിക്കാൻ വന്നവന് മനുഷ്യരുടെ ഇടയിൽ ഇടമില്ലാതെ വരികയാൽ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ തൊഴുത്തിലേക്ക് കയറി തൻ്റെ പുത്രന് ജന്മം കൊടുക്കുന്ന പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തുവിന് ജനിക്കാൻ ഒരു കട്ടിൽ കൊടുത്തില്ല, ക്രിസ്തുവിന് ജനിക്കാൻ ഒരു ബെഡ് കൊടുത്തില്ല, ക്രിസ്തുവിന് ജനിക്കാനായിട്ടൊരു സ്വാഭാവികമായ ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതലങ്ങളൊന്നും ഉണ്ടായില്ല. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും യൗസേപ്പ് പിതാവിൻ്റെ ക്രിസ്മസിനോട് ചേർത്തുള്ള സഹന സങ്കട മരണങ്ങൾ ഇങ്ങനെ കൂട്ടിവയ്ക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗുഹയ്ക്കുള്ളിലേക്ക് തണുപ്പടിച്ചു കയറുമ്പോൾ മറ്റു മാർഗമില്ല. തനിക്കാകെ ഉണ്ടായിരുന്ന പുറങ്കുപ്പായം അവളെ പുതപ്പിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ ഇവരെ സംരക്ഷിക്കും എന്നറിയാൻ പാടില്ല. ആ ഗുഹയുടെ കവാടത്തിലേക്ക് തിരികെ ഇരുന്ന പുറം ചേർത്തിരുന്നിട്ട് പുറത്തുനിന്ന് അടിച്ചു വരുന്ന തണുപ്പിനെ മുഴുവൻ തൻ്റെ ശരീരം കൊണ്ട് നേരിട്ട് മാതാവിനും ഉണ്ണീശോയ്ക്കും സംരക്ഷണം കൊടുക്കുന്ന ഒരു യൗസേപ്പിനെ കൂടി ക്രിസ്മസ് കാണാതെ പോകരുത് എന്നത് സത്യമാണ്. നമുക്കോർക്കാം, ഞാൻ പറഞ്ഞു വന്നത് അവൻ്റെ ജനനം ഒരു മരണമായിരുന്നു എന്ന് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മരണം ഉത്ഥാനത്തിലാണ് അവസാനിച്ചത്. നമുക്കറിയാം, ദുഃഖവെള്ളി ഒരിക്കലും ദുഃഖവെള്ളി കൊണ്ട് തീരില്ല. ദുഃഖവെള്ളി തുടക്കമാണ്. ദുഃഖവെള്ളി ഈസ്റ്ററിൻ്റെ ആരംഭമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് ഈസ്റ്ററിൻ്റെ ആരംഭമാണ്. എത്ര മനോഹരമാണത്!
അതുകൊണ്ട് ക്രിസ്മസ് ആരംഭിക്കാനായിട്ട് സഹനങ്ങളുണ്ടാവണം. ക്രിസ്മസ് ആരംഭിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളുണ്ടാവണം. ക്രിസ്മസ് ആരംഭിക്കാനായിട്ട് കൊച്ചു കൊച്ചു വിഷമതകൾ ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ഈ നാളിൻ്റെ എല്ലാ വേദനകളെയും തുടയ്ക്കാൻ ഒരുവൻ വരുന്നുണ്ട്. അവൻ വരണം. ഉണ്ണീശോ ഈ നാളിൻ്റെ എല്ലാ വേദനകളും, ഈ നാടിൻ്റെ എല്ലാ തകർച്ചകളും, ഈ നാടിൻ്റെ എല്ലാ സങ്കടങ്ങളും, ഈ നാളിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിക്കാനായിട്ട് അവൻ വരുന്നുണ്ട്. അതാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ നമുക്കൊരുങ്ങാം. പാതിരാ കുർബാന അർപ്പിക്കുമ്പോഴും, പടക്കം പൊട്ടിക്കുമ്പോഴും, ക്രിസ്മസ് ഭക്ഷണം പങ്കുവയ്ക്കുമ്പോഴും, ക്രിസ്മസ് ആഘോഷവേളയിൽ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴും ഒക്കെ അവതീർണമാകുന്ന ഒരു സ്നേഹത്തിൻ്റെ തലം ഇത് തന്നെയാണ്. നമുക്ക് സ്നേഹത്തോടെ ക്രിസ്മസിനെ ഓർത്ത് നന്ദി പറയാം. അതിൻ്റെ ഒരു ഭംഗിയിലേക്ക്, ആ ക്രിസ്മസിൻ്റെ ഒരു സൗന്ദര്യത്തിലേക്ക് നമ്മളെല്ലാം വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്നേ ചെറുപ്പത്തിൽ തണുപ്പത്ത് ഷാളും പുതച്ച് പള്ളിയിൽ പോകുമായിരുന്നു. അമ്മ എന്നും നിർബന്ധിക്കും, ക്രിസ്മസ് വരികയാണ്, 25 ദിവസം ഒരുങ്ങണം, 25 ദിവസം ഒരുങ്ങണം. അതുകൊണ്ട് എന്നും രാവിലെ എണീൽപ്പിക്കും. എന്നിട്ട് നന്നായി തയ്യാറായിട്ട് ഷാളും പുതച്ച് നല്ല തണുപ്പത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ വിറച്ച് നടക്കുന്ന ഒരു സ്നേഹാനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഇങ്ങനെ ഒരുങ്ങുകയാണ്. സിസ്റ്റർ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണീശോ വരികയാണ്, ക്രിസ്മസ് ആണ്, അതുകൊണ്ട് ഉണ്ണീശോയ്ക്ക് പുൽക്കൂടുണ്ടാക്കണം, ഉണ്ണീശോയ്ക്ക് ബെഡുണ്ടാക്കണം, ഉണ്ണീശോയ്ക്ക് തലയണ ഉണ്ടാക്കണം. ഉണ്ണീശോ ജനിക്കണ്ടേ? അതെങ്ങനെയാ? അതിന് 100 സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണം, നന്മ നിറഞ്ഞ് പ്രാർത്ഥന ചെല്ലണം, പുണ്യപ്രവർത്തികൾ ചെയ്യണം, അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഈശോയ്ക്ക് തലയണയും അതുപോലെ ഈശോയ്ക്ക് ബെഡും ഒക്കെ ഒരുക്കുക. അതൊക്കെ ഏറ്റവും മനോഹരമായി ചെയ്തു പോകുന്ന ഒരു ബാല്യകാലത്തിൻ്റെ സൗന്ദര്യം ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതൊന്നും അന്യം നിന്ന് പോവാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്കൊരുങ്ങാം, സന്തോഷത്തോടെ ഒരുങ്ങാം ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ക്രിസ്തു വരുന്നത് ക്രിസ്മസ് ആണെങ്കിൽ എന്നും വിശുദ്ധ ബലി ക്രിസ്മസ് ആണ്. ക്രിസ്തു വരുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസത്തെ വിശുദ്ധ ബലിയായ ക്രിസ്മസിൽ പങ്കുചേർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിനായി ഏറെ സ്നേഹത്തോടെ ഒരുങ്ങാം. പുൽക്കൂട് ഒരു സ്നേഹ കൂട്ടായ്മയാണ്. ഈ ലോകത്തിൻ്റെ ഒരു ചെറു പതിപ്പ്. അവിടെ എല്ലാ സ്നേഹ സാന്നിധ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദൈവം പിറന്നിരിക്കുന്നു, മനുഷ്യ മാതാപിതാക്കൾ, മാലാഖമാർ, ആട്ടിടയന്മാർ, രാജാക്കന്മാർ, അതുപോലെ തന്നെ മൃഗങ്ങൾ. ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ക്രിസ്മസ് എപ്പോഴും ഒരു സ്നേഹ കൂട്ടായ്മയാണ്. എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാനായിട്ടാണ് ക്രിസ്തുവിൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ പരാജിതനും വിജയിയും, പണ്ഡിതനും പാമരനും, ധനവാനും ദരിദ്രനും, വേദനിക്കുന്നവനും ആഹ്ലാദിക്കുന്നവനും, അകലങ്ങളിലുള്ളവരും അടുത്തുള്ളവരും എല്ലാവരെയും ഒരു പോയിന്റിൽ ചേർത്ത് വയ്ക്കുന്നത് ക്രിസ്മസിൻ്റെ ആഹ്ലാദ ആഘോഷവേളയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്ന സ്നേഹ മനോഭാവത്തിലേക്കും കൂടി നമ്മൾ എത്തിച്ചേക്കാം. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ ഹൃദയത്തിൽ നിന്ന് അകന്നുപോയ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒരു നിമിഷം പരിശോധിക്കാം. ഹൃദയത്തിൽ നിന്ന് അകന്നുപോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്നേഹത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് തടസ്സമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളെയും പരിഹരിക്കാനായിട്ട് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നുണ്ട്. പരസ്പരം കലഹിച്ചു കഴിയുന്ന ഭവനങ്ങൾ, ചില അയൽവക്ക ബന്ധങ്ങൾ, ക്രിസ്മസ് ആണ്, ആ ഭവനത്തിലും ക്രിസ്മസിൻ്റെ ആഘോഷമുണ്ട്, ഈ ഭവനത്തിലും ക്രിസ്മസിൻ്റെ ആഘോഷമുണ്ട്. ഈ ആഘോഷങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ടാവാത്ത വിധത്തിൽ വെറുപ്പിൻ്റെയോ അകൽച്ചയുടെയോ പിണക്കത്തിൻ്റെയോ ഒക്കെ വലിയ ഗർത്തങ്ങളോ മതിലുകളോ നടുക്ക് നിൽക്കുകയാണ്. അവിടെ ക്രിസ്മസ് മരിക്കുകയല്ലേ? മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിൽ വിള്ളൽ ഭവിച്ചിട്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രിസ്മസ് സങ്കടത്തിൽ കലാശിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷവേളയിൽ എല്ലാ ഹൃദയങ്ങളെയും ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ അകൽച്ചകളെ ഇല്ലാതാക്കാം, പിണക്കങ്ങളെ ഇല്ലാതാക്കാം.
അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഭാവങ്ങളോ രീതികളോ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കാം. ക്രിസ്മസ് ആഘോഷങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ കൃപയ്ക്കും ചേരാത്ത ആഘോഷവേളകളിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചേക്കണം. പ്രത്യേകിച്ച് ആഹ്ലാദവേളകൾക്ക് കൊഴുപ്പേകാനായിട്ട് ആവുന്ന വിധത്തിലുള്ള മദ്യപാന ഉത്സവങ്ങളും അതുപോലെ തന്നെ ഇതര വിശുദ്ധിക്ക് ചേരാത്ത രീതികളും നടപടികളും ഒക്കെ ക്രിസ്മസ് ആഘോഷവേളയിൽ നിന്നും നിശ്ചയമായി നമുക്ക് മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ വിശുദ്ധിയും ക്രിസ്മസിൻ്റെ നിഷ്കളങ്കതയും ക്രിസ്മസിൻ്റെ നന്മയും എല്ലാം അന്യമാകും. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ഒരു ക്രിസ്മസ് നമുക്ക് നഷ്ടമാകും. നമുക്ക് പരസ്പര സ്നേഹം പങ്കുവയ്ക്കാം, പരസ്പരം ആശംസകൾ നേരാം, ക്രിസ്മസ് മംഗളങ്ങൾ പങ്കുവയ്ക്കാം, ക്രിസ്മസ് ഗ്രീറ്റിങ്ങുകൾ അയക്കാം, ഉണ്ണീശോയുടെ സ്നേഹ സന്ദേശം എല്ലാവരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും അമ്മ വീട്ടിൽ നിന്ന്, മദർ ഹോമിൽ നിന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. പുൽക്കൂടിലെ ഉണ്ണീശോയും പുൽക്കൂടിലെ എല്ലാ സ്നേഹ സാന്നിധ്യങ്ങളും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഏറെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ആശംസകൾ പങ്കുവയ്ക്കുന്നു. ഉണ്ണീശോ നമ്മൾ ഓരോരുത്തരെയും ഈ നാളുകളിൽ അവിടുത്തെ കൃപാദാനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏറെ മുൻകൂട്ടി ക്രിസ്മസ് ആശംസകൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു.